ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ ചെറിയൊരു ഈദ് ഷോപ്പിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു കുട്ടി ഷോപ്പിംഗ് കേട്ടോ. അപ്പോൾ ഇവിടെ മൂന്നുപിടിക ഭാഗത്താണ് ഞങ്ങൾ പോണത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കിയുള്ള വിശേഷം വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഓക്കേ, ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ പോവാണ് കേട്ടോ. അപ്പോൾ പെരുന്നാൾ തലേ ദിവസം ഇങ്ങനെ ഇറങ്ങാമെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ഫാമിലി ആയിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അപ്പോഴാണ് പെരുന്നാളിൻ്റെ വൈബ് ശരിക്കും കിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ 9 മണി, എന്നിട്ടും ഭയങ്കര തിരക്കായിരുന്നു. പാർക്കിങ്ങിന് പോലും സ്ഥലം ഉണ്ടായില്ല. കടയിൽ കയറിയപ്പോൾ അതിനേക്കാൾ വലിയ തിരക്കായിരുന്നു. നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതായത് കടയിൽ എത്തിയപ്പോൾ തന്നെ ഡ്രസ്സ് നോക്കിയപ്പോൾ ഒരുപാട് കളക്ഷൻസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ബാക്കി വന്നതൊക്കെ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തിരയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ അത്യാവശ്യം നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് നിന്ന് ആണ് ഞങ്ങൾ ഡ്രസ്സ് എടുത്തത്. നല്ല അടിപൊളി വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നോക്കിയിട്ട് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആകെ ഷോക്കടിച്ച് നിൽക്കുകയാണ്, ഒന്നും കാണുന്നില്ല. പിന്നെ കൂടുതലും പെൺകുട്ടികളുടെ ആയിരുന്നു. ആൺകുട്ടികളുടെ ഒക്കെ ഡ്രസ്സ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ പറയാണ്, ഒന്നുമില്ല എന്നൊക്കെ പറയണേ. ലാസ്റ്റ് ദൈവന് ഈ ഡ്രസ്സ് എടുത്തു. അവനത് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കായിരുന്നു. പിന്നെ ഐതിക്കും ഈ ഒരു ബനിയനും പിന്നെ വേറൊരു 3/4 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് ഞങ്ങളുടെ ടേണാണ്. അപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സുകളൊക്കെ നോക്കാണ്. ലേഡീസിനൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല നല്ല അടിപൊളി സാധനങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയതൊക്കെ ഇങ്ങനെ നോക്കി തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വാപ്പിക്കും മക്കൾക്കും എല്ലാവർക്കും ബോറടിച്ച് തുടങ്ങി. കുറേ നേരമായില്ല വന്നിട്ട്. ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾക്കുള്ളത് ഇങ്ങനെ ഓരോന്ന് നോക്കിയെടുക്കണം. അപ്പോൾ എനിക്കുള്ളത് കിട്ടി, ഉമ്മച്ചിക്കുള്ളത് നോക്കാണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പ് കണ്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. പക്ഷേ എടുത്തില്ല, ജസ്റ്റ് ഒന്ന് വെച്ചൊക്കെ നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചു. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമുക്കിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഇങ്ങനെ വെച്ച് നോക്കി, ഇതൊക്കെ ഒരു രസമാണല്ലോ. അപ്പോൾ അതങ്ങനെ വെച്ച് നോക്കി എടുത്തില്ല കേട്ടോ. പക്ഷേ ഞാൻ വേറെ ആണ് എടുത്തത്. അപ്പോൾ ഭംഗിയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വാപ്പി മോനും കൂടി നല്ല കളിയിലാണ്. രണ്ടുപേർക്കും ബോറടിച്ചപ്പോൾ അവർ അവരുടേതായ കളിയിൽ ഏർപ്പെട്ടു കേട്ടോ. അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ബില്ലടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരു മൈലാഞ്ചി കോൺ കണ്ടപ്പോൾ ഞാൻ അതെടുത്തു. പിന്നെ അത്തറിൻ്റെ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ഇത് ആളൊന്ന് നോക്കി അങ്ങനെ ബില്ലൊക്കെ അടിച്ച് ഞങ്ങളിത് പുറത്തോട്ട് പോവാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പിച്ചിക്കും ആൾക്കുള്ള ഡ്രസ്സ് എടുക്കണം. അപ്പോൾ അത് അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ തൊട്ടപ്പുറത്ത് JNJ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പുണ്ട്. അവിടെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട്. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നടന്ന് ആ കടയിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറിയപ്പോഴും നല്ല തിരക്കായിരുന്നു. നമുക്കൊന്നും കിടക്കാനായിട്ട് പറ്റില്ല, അത്രയധികം തിരക്കായിരുന്നു കേട്ടോ. ആ ഒരു ഭാഗം, ആ ഒരു മൂന്ന് പീടിക ഭാഗം മൊത്തം ഓണാണ് കേട്ടോ. രാത്രി നല്ല വൈബാണ്. പെരുന്നാളിൻ്റെ വൈബ് ശരിക്കും നമുക്ക് കിട്ടും. അങ്ങനെ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഫാൻസി സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇയറിങ്സും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അപ്പുറത്തോട്ട് പോയി. അവരുടെ ഡ്രസ്സ് നോക്കട്ടെ എന്ന് വിചാരിച്ചു. ഒന്നാമത്തെ കാര്യം കൊച്ചിനെയും വെച്ച് അവിടെ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കായ കാരണം. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ നോക്കണ്ട. പക്ഷെ എൻ്റെ മനസ്സിന് പിടിച്ചത് ഒന്നും കിട്ടിയില്ല. അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോഴാണ് അതിൻ്റെ സൈഡിൽ ഈ വാച്ച്, അങ്ങനത്തെ കാറുകൾ, അങ്ങനത്തെ ഒക്കെ. അപ്പോൾ ആൾക്ക് ഈ കാറൊക്കെ ഭയങ്കര ക്രേസാണ് കേട്ടോ. അതൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുകയാണ് പിന്നെ വന്ന് മേടിക്കാം, ആകെ ടയേർഡായി. അപ്പോൾ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി അവർക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങി. ഇനി അടുത്തത് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. 10-11 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ടൊരു ഹോട്ടലിൽ നിർത്താണ് കേട്ടോ. അപ്പോൾ ഒരു ഹോട്ടലൊരു പ്രത്യേക തരം ഹോട്ടലായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് വോളിൽ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിട്ട് ഏകദേശം ഒരുവിധം എല്ലാ ഫുഡും കഴിഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ ഉള്ള ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ ബില്ലൊക്കെ അടിച്ച് വീട്ടിലോട്ട് തിരിച്ച് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്ന് ഇങ്ങനെ അവസാനിച്ചു. ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അവസാനിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ പെരുന്നാളിൻ്റെ ഷോപ്പിംഗ് വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഒരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പെരുന്നാളിൻ്റെ വ്ളോഗൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.